ക്ലാസ് 12 CBSEയിൽ എല്ലാവരെയും പേടിപ്പിക്കുന്ന, എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഫിസിക്സ് തന്നെയാണ്. ഈ കഴിഞ്ഞ വർഷമായിക്കോട്ടെ, അതിന് മുമ്പത്തെ വർഷമായിക്കോട്ടെ, അതിന് മുമ്പത്തെ വർഷമായിക്കോട്ടെ, എല്ലാ വർഷവും നമ്മൾ കുഴപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഫിസിക്സ് ഇത്ര കടുപ്പമാകാൻ കാരണം? നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫിസിക്സിൽ നമ്മൾ തിയറിയുടെ കൂടെ ഡെറിവേഷൻസ് പഠിക്കുന്നുണ്ട്. അതായത് തിയറിയും അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും അടങ്ങിയ ഒരു വലിയ പാക്കേജാണ് നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്നത്. ഇതിനെ മെരുക്കിയെടുക്കാൻ നമ്മൾ ചെറിയ തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ കൈക്കുമ്പിളാക്കാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെയാണ് ആ തന്ത്രങ്ങൾ? അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 14 ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് തുടങ്ങി സെമി കണ്ടക്ടറിൽ അവസാനിക്കുന്ന വലിയൊരു വിശാലമായ സിലബസാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് മുതൽ അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിസിറ്റിയും അതേപോലെ മാഗ്നറ്റിസമാണ്. ഇതിനെ ക്രാക്ക് ചെയ്യാൻ എന്താണ് എളുപ്പവഴി എന്ന് പറയുന്നത്? അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഒന്നും ആരും ഇതുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒരു ഇമാജിനേഷൻ പവർ ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊരു കണ്ടക്ടറിനകത്തൂടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ഇമാജിനേഷൻ പവർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഫിസിക്സിനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ലോസ് ആണ്. ലോസ് ഒക്കെ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ബൈ ഹാർട്ട് ചെയ്യണം. പിന്നീട് അടുത്ത് വരുന്നത് ഡെറിവേഷനാണ്. ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി തന്നെ പഠിക്കണം. നിങ്ങളൊരു ഡെറിവേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ അവസാന സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് എവിടെയും നോക്കാതെ മനസ്സിരുത്തി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെറിവേഷന് പക്കയായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഡെറിവേഷൻ വിട്ടുപോവുകയാണെങ്കിൽ ആദ്യം മുതൽ ആ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി അവസാനം വരുത്തിക്കേണ്ടതാണ്. അങ്ങനെ ആദ്യം തുടങ്ങി അവസാനം വരെ നിങ്ങൾക്ക് ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഡെറിവേഷൻ നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? മറന്നു പോകത്തില്ല. പിന്നീട് വരുന്നത് ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് വരും. അതേപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മളുടെ എക്സാമിൽ ചോദിക്കുന്നതാണ്. നമ്മളെല്ലാവരും കുഴപ്പിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. നിങ്ങൾ ഓരോ ഇക്വേഷനും ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ ഭിത്തിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇക്വേഷനും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഒരു ഇക്വേഷൻ വെച്ച് മാത്രമല്ല നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടി വരുന്നത്. 2-3 ഇക്വേഷൻ കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ക്ലാസ് 12 CBSE ഫിസിക്സിൽ നിങ്ങൾ നേരിടാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷനെ നിങ്ങൾ മനഃപ്പാഠമാക്കി മനസ്സിൽ വെക്കണം. എവിടെ നിന്നൊരു ഇക്വേഷൻ ചോദിച്ചാലും അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പറയാൻ സജ്ജരായിരിക്കണം. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫിസിക്സിനെ തകർക്കാൻ പിന്നെ മക്കളെ നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഫിസിക്സ് എന്ന് പറയുന്ന കൊലക്കൊമ്പനെ മെരുക്കി നമ്മൾ എടുക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പം മക്കളെ, നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളൊക്കെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു കിടിലൻ ലോഞ്ചുമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് പറയുന്ന ഒരു വെൽ സ്റ്റഡി പ്ലാനുമായിട്ട് ടീം സൈലം മെയ് 14-ാം തീയതി നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കുക. അവിടെ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? ഫിസിക്സിനെ എങ്ങനെ മെരുക്കിയെടുക്കാം, മാത്തമാറ്റിക്സിനെ എങ്ങനെ നമുക്ക് വരുതിയിലാക്കാം, അതേപോലെ തന്നെ കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുണ്ടായിരിക്കണം. നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം. സൈലത്തിനോടൊപ്പം നിന്നുകൊണ്ട്, ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് അടിച്ചെടുക്കാം മക്കളെ.